നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു മാസമാണ്. കാരണം ലഗ്നത്തിൽ തന്നെ ബുധൻ നിൽക്കുന്നുണ്ട്. ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനം, ദീർഘായുർയോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. കണ്ടശനിയുടെ ഒരു ദോഷം ഉണ്ടെങ്കിൽ പോലും ശശമഹായോഗത്തിൻ്റെ ഗുണം കൂടി ഉള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും യോഗമുള്ള മാസമാണ്. ലഗ്നാൽ കർമാധിപതി 2-ാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന ലാഭം അനുഭവിക്കാൻ യോഗമുണ്ട്. എന്നാൽ 2-ൽ അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുകയും 2-ാം ഭാവാധിപതി 6-ൽ നിൽക്കുകയും ചെയ്യുന്നതുകൊണ്ട് സംസാരം കൊണ്ട് ശത്രുദോഷം ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു സമയമാണ്. അത് കാരണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം. ലഗ്നാധിപതി ഭാഗ്യസ്ഥാനത്താണെങ്കിലും നീചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നീചത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വസ്ഥാനം വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകാനിട വരിക, ശാരീരികമായിട്ട് ഉള്ള ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ 5-ാം ഭാവത്തിൽ രാഹുവാണ്. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ലാഭസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലം ചില സമയത്ത് കിട്ടിയില്ല എന്ന് വരാനുള്ളൊരു സാധ്യതയും ഉണ്ട്. എന്തായാലും സംസാരം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് അനിഴ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. എന്നാൽ ലഗ്നാധിപതിക്ക് നീചാവസ്ഥ വന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും നിൽക്കുന്നത് ബാധാസ്ഥാനത്തായത് കാരണം കൊണ്ടും ഒരു സ്വസ്ഥതക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് കളത്രകാരകനായിരിക്കുന്ന ശുക്രനും 7-ാം ഭാവാധിപതിയും ലഗ്നാധിപതിയും പരസ്പര കേന്ദ്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാവുകയോ ഉള്ള പ്രേമബന്ധങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുകയോ ചെയ്യുക. കാൽപാദത്തിന് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതേപോലെ തന്നെ ലഗ്നാധിപതിക്ക് ബലഹീനത വരിക എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന പ്രതിഫലവും ഗുണവും കിട്ടാതിരിക്കുകയും മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ലഗ്നാധിപതിക്ക് ബലം വരാനായിട്ട് ഉള്ള പ്രാർത്ഥന, വഴിപാട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ടും 5-ാം ഭാവാധിപതി 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ആത്മീയകാരകനായിരിക്കുന്ന വ്യാഴമായത് കാരണം കൊണ്ടോ അത്രയൊരു പരിപൂർണമായിട്ടും ദാമ്പത്യ ജീവിതത്തിലുള്ള ഒരു ഗുണം പരിപൂർണമായിട്ട് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും സഹായ സ്ഥാനത്ത് 7-ാം ഭാവാധിപതി നിൽക്കുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാൻ യോഗമുള്ള സമയമാണ്. കർമാധിപതി സൂര്യനായത് കാരണം കൊണ്ട് തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. ഗവൺമെൻറ് ജോലി കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്ക് യോഗമുള്ളൊരു സമയമാണ്. തൊഴിൽ നല്ല രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട്. കാരണം വ്യാഴക്ഷേത്രത്തിൽ പോയിട്ടാണ് കർമാധിപതി നിൽക്കുന്നത്. അത് സൂര്യനാണ്. കർമ്മസ്ഥാനത്തേക്ക് ശശമഹായോഗം ചെയ്ത് നിൽക്കുന്ന ശനിയുടെ ഒരു ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആ കണ്ടശനിക്ക് ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.